അമ്മയുടെ പ്രത്യക്ഷണം വഴി എന്നെ ഉയർത്തിയതിന് കൃപാസനം മാതാവിനും തിരുക്കുമാരനും കോടാളുകളെ നന്ദി. എൻ്റെ ഒരു ജോർജ, ഒരു ഡോക്ടറാണ്. ഞാൻ വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. അമ്മ വഴിയാണ് ഉടമ്പടിയെ പറ്റി എനിക്ക് അറിയുന്നത്. ആദ്യം ഉടമ്പടി എടുക്കുന്നത് 2019 മാർച്ചിലാണ്. ആ സമയം ഞാൻ MBBS ഫൈനൽ ഇയർ പരീക്ഷ എഴുതുന്ന സമയമായിരുന്നു. അപ്പോൾ ആദ്യത്തെ നിയോഗമായിട്ട് തന്നെ ഫൈനൽ ഇയർ പരീക്ഷ പാസ്സാവണം എന്നായിരുന്നു. കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കൃപാസന മാതാവ് വഴി അത് തുടക്കം തന്നെ എനിക്കത് സാധിച്ചു തന്നു കിട്ടി. അത് പ്രാർത്ഥിച്ച് നമ്മൾ മെഡിസിനിൽ എനിക്ക് കുറഞ്ഞ മാർക്കായിരുന്നു മിക്ക സമയത്ത്. അപ്പോൾ അത് പക്ഷേ ഫൈനൽ വരെ പരീക്ഷയ്ക്ക് എനിക്ക് അത് പാസ്സാകാൻ സാധിച്ചു. അമ്മയ്ക്ക് അതായത് കോടാനുകൂടെ നന്ദി. പിന്നീട് നമ്മൾ അമലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് UK പോകാനുള്ള തീരുമാനം എടുക്കുന്നത്. 2022 ആണ് അതിൻ്റെ പരീക്ഷകളൊക്കെ എഴുതാൻ തുടങ്ങിയത്. ഈ സമയങ്ങളൊക്കെ എല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നു. മൊത്തത്തിലൊരു 12-13 പ്രാവശ്യം പുതുക്കിയിട്ടുണ്ട്. പ്രാർത്ഥനകളും കുർബാനയും കുമ്പസാരവും ജപമാലയും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാവരും അതോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. IELTS ഈ UK ലൈസൻസിങ് പരീക്ഷ എന്ന് പറഞ്ഞ PLAB 1 PLAB 2 എല്ലാം എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം വഴി എനിക്ക് കിട്ടി. ഇതെല്ലാം പരീക്ഷയ്ക്ക് ഞാൻ പോകുന്നത് തൈലം പരട്ടിയിട്ടും പോക്കറ്റിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഉപ്പ് നമ്മൾ എക്സാം എഴുതുന്ന സ്ഥലത്തിൻ്റെ ചുറ്റും വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ദൈവനുഗ്രഹിച്ച് കൃപാസന മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് കിട്ടി. പിന്നീട് നമ്മൾ ജോലി തപ്പണ സമയത്ത് UK ഓൺലൈൻ ഇൻ്റർവ്യൂ ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂ കിട്ടിയതൊരു സർജിക്കൽ ജോബായിട്ടാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് ഡോക്ടറായിട്ട് പോകുമ്പോൾ അവിടെ സർജിക്കൽ ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിക്ക സമയത്ത് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി കിട്ടാറ് ഡോക്ടർമാർക്ക്. ഞാൻ സർജറിയിൽ ജോലി ചെയ്യണമുണ്ട്, എനിക്ക് സർജിക്കൽ ജോബ് തന്നെ വേണമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു സർജിക്കൽ ഇൻ്റർവ്യൂ കിട്ടി. അത് ഞാൻ ഈ എക്സാമിന് ഒരുങ്ങണ പോലെ തൈലം പുരട്ടി എന്തെങ്കിലും കൊണ്ടുപോയി ഉപ്പും വെച്ചിട്ട് ലാപ്ടോപ്പിന് മുമ്പിൽ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ദൈവാനുഗ്രഹിച്ച് കിട്ടി. അത് കഴിഞ്ഞിട്ട് UK ജോലി ആരംഭിച്ചു. പിന്നീട് അടുത്ത പരീക്ഷ, നമ്മുടെ ജീവിതം പരീക്ഷകൾ മാത്രമായതുകൊണ്ട് അടുത്ത പരീക്ഷ MRCS എന്നൊരു പരീക്ഷയായിരുന്നു. അത് മെമ്പർ ഓഫ് റോയൽ കോളേജ് ഓഫ് സർജൻസ്. അപ്പം നമ്മൾ അത് കഴിഞ്ഞാലേ നമുക്ക് അടുത്ത ഈ ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കൺസൾട്ടൻറ്റ് ലെവൽ പോസ്റ്റിലൊക്കെ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ MRCS പരീക്ഷേൻ്റെ പ്രിപ്പറേഷനായിട്ട് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഉണ്ട്. ആ ഫസ്റ്റ് പാർട്ട് ഞാൻ ആദ്യത്തെ 2 തവണ എഴുതി അത് പൊട്ടി. അപ്പോൾ ആ സമയം എനിക്ക് പണ്ടത്തെ ആ തീക്ഷ്ണത ഇല്ലായിരുന്നു, കുറച്ച് കുറവായിരുന്നു. പ്രാർത്ഥനകളും പിന്നെ ഇടയ്ക്ക് മുടങ്ങിപ്പോവാറുണ്ട് ധ്യാനത്തിൻ്റെ ഇത്. പിന്നീട് അത് മനസ്സിലാക്കി ഞാൻ അത് പിന്നെയും കുറച്ചും കൂടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3ാമത്തെ അറ്റംപ്റ്റിന് മുന്നേ. 3ാമത്തെ അറ്റംപ്റ്റിൽ പഠിത്തം കാട്ടും കൂടുതൽ എനിക്ക് പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു അത് പാസ്സാവോ ഇല്ലയോ എന്ന്. പക്ഷേ 3ാമത്തെ അറ്റംപ്റ്റ് അത്ഭുതമാകട്ടെ അത് പാസ്സായി. അത് കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. അങ്ങനെ എൻ്റെ പഠിത്തം കേട്ടിട്ട് ആരും വിചാരിച്ചില്ല അത് പാസ്സാകുന്നു. കാരണം 2 ആഴ്ച എന്തൊക്കെയോ നോക്കിയുള്ളൂ, കൂടുതൽ പ്രാർത്ഥന ഞാൻ ചെയ്തത്. അപ്പോൾ അതും നന്നായി പ്രാർത്ഥിച്ച് ബന്ധിങ്ങം കൊണ്ടുപോയി എണ്ണയും തേച്ച് വിശ്വാസം പ്രമാണം ചൊല്ലി തൈലം പുരട്ടിയൊക്കെയാണ് നമ്മൾ എക്സാമിനൊക്കെ പോയത്. അപ്പോൾ പാസ്സായി. പിന്നെ അടുത്ത പാർട്ട് B ഉണ്ട്. ഈ അതേ പരീക്ഷേൻ്റെ പാർട്ട് B ഉണ്ട്. അതാണ് ആൾക്കാർ പൊട്ടാറ്. അത് ഭയങ്കര പ്രാക്ടിക്കൽ പരീക്ഷ ഭയങ്കര പാടാണ്. 50% പാസ് മാർക്കുള്ളൂ. അത് ഇതുപോലെ ഈ സെയിം ഫോർമുല ഉപയോഗിച്ചു. ഫസ്റ്റ് പാർട്ടിൻ്റെ നമ്മൾ പഴയ തീക്ഷ്ണത തന്നെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കൂടുതൽ പ്രാർത്ഥന പഠിത്തം കാണും കൂടുതൽ. അത് എനിക്ക് ഫസ്റ്റ് അവസരത്തിൽ തന്നെ പാസ്സായി പാർട്ട് B. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾക്കും ജീവിതത്തിൽ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിന് കോടാകോടി നന്ദികൾ. പ്രേക്ഷിത പ്രവർത്തനം വഴി ഞാൻ പത്രം എപ്പോഴും നാട്ടിൽ വരുമ്പോൾ കൊടുക്കാറുണ്ട്. അത് KSRTC സ്റ്റാൻഡിൽ പോയിട്ട് KSRTCൻ്റെ പാർക്ക് ചെയ്ത ബസ്സിൻ്റെ ഉള്ളിൽ പോയി കൊടുക്കും. പിന്നെ വഴിക്ക് വെച്ച് കൊടുക്കും. പിന്നെ റെയിൽവേ സ്റ്റേഷനും പോയി കൊടുക്കും.
ഇടയ്ക്ക് വെച്ച ആൾക്കാർ ഇങ്ങനെ വേണ്ടാന്നൊക്കെ പറയും, ചിലപ്പോൾ ചിലർ കളിയാക്കും, പക്ഷെ എന്നാലും കൊടുക്കും. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ കാശായിട്ടാണ് മെയിനായിട്ട് സഹായിക്കാറ് ആൾക്കാരെ. അത് ഈ വീട് ജപ്തിയായിരിക്കുന്ന ആൾക്കാരുടെയും, പിന്നെ ഈ ഹോസ്പിറ്റലിൽ ബിൽസ് വരുന്ന ആൾക്കാർക്കും, പിന്നെ ഈ കല്യാണം ചിലവ് ആയി കാശാവശ്യമുള്ളവർക്ക്, എക്സാം എഴുതാനുള്ള ഫീസിൻ്റെ കാശാവശ്യമുള്ളവർക്ക് എല്ലാവർക്കും കാശായിട്ട് അങ്ങ് കൊടുക്കും, സഹായിക്കും. ചോദിക്കുമ്പോൾ തന്നെ അങ്ങ് കൊടുക്കും. പിന്നെ ഡോക്ടറായതുകൊണ്ട്, ജോലി ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് നിൽക്കാറുണ്ട്. അവിടെ നമ്മൾ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് അപ്പം തന്നെ പോകാൻ പറ്റും. ആരെയും സഹായിക്കേണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല, ആരൊന്നും പറയില്ല. പക്ഷേ ഞാൻ പൊതുവെ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ചിലപ്പോൾ എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞാലും നിൽക്കാറുണ്ട്. അതിന് വേറെ കാശൊന്നും ഞാൻ ചോദിക്കാറില്ല, അത് നിന്ന് സഹായിക്കും. അപ്പോൾ അങ്ങനത്തെയാണ് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറ് ഞാൻ. പിന്നെ എപ്പോഴും കുർബാനയ്ക്ക് ഞാൻ പെട്ടെന്ന് പോലെ പോകാറുണ്ട്. അവിടെ ചില സമയത്തൊക്കെ ഡ്യൂട്ടി കാരണം നമുക്ക് പോകാൻ പറ്റില്ല. അവിടുത്തെ കുർബാന സമയങ്ങൾ 10 മണിക്കൊക്കെ ആയിരിക്കും രാവിലെ, അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടാകും. പക്ഷേ പറ്റുന്ന സമയം എപ്പോഴും പോകാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ആദ്യം ജോലി ചെയ്ത സ്ഥലത്ത് ഒരു അച്ഛനെ പരിചയം ഉണ്ടായിരുന്നു. അച്ഛന് പരിചയമുള്ള സമയത്ത് നേരത്തെ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛൻ ചെല്ലുന്ന പ്രൈവറ്റ് കുർബാനയിൽ ഞാൻ പങ്കിടാറുണ്ട്. പിന്നെ ഡെയിലി കൊന്തയുണ്ട്, ഡെയിലി ബ്രെഡും കാണാറുണ്ട് ഇപ്പോൾ എപ്പോഴും. പിന്നെ ആ ആഴ്ചയിലെ ചൊവ്വാഴ്ചയിൽ ധ്യാനവും കൂടാറുണ്ട്. ബൈബിൾ വായനയും എല്ലാ അരമണിക്കൂർ ഇപ്പോൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അനുഗ്രഹങ്ങൾക്കും ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾക്കും തിരുക്കവരണം കൃപാസന മാതാവിനെ കോടാകടക്കിന് നന്ദി. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയായിട്ട് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വചനങ്ങളാണ്. മനുഷ്യശക്തി ഒരുപക്ഷെ പരിമിതമാവാം. യുവാക്കളും ശക്തരായവരും പോലും ജീവിത പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ തളർന്നു പോകാം. എന്നാൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കുന്നവർക്ക് പുതിയ ഒരു ശക്തിയും ധൈര്യവുമാണ് ഈശോയും അമ്മയും കൊടുക്കുന്നത്. അവരുടെ ജീവിതത്തിൽ കഴുകന്മാരെ പോലെ പറന്നുയരാൻ, ആത്മീയതയിൽ വളരുവാനും, ദൈവാനുഗ്രഹത്തിൽ ഒരു പുതിയ ജീവിതം നയിക്കുവാനും അവർക്ക് സാധിക്കുന്നു. ക്ഷീണത്തിലും നിരാശയിലും പ്രതിസന്ധികളിലും രോഗങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിലുമൊക്കെ തളരാതെ, മനുഷ്യശക്തി തളരുമ്പോൾ ദൈവശക്തിയിൽ ഉയർന്നു നിൽക്കുവാൻ അവർക്ക് സാധിക്കുമെന്നാണ് നമുക്ക് ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടർ ജോർജ് തരകൻ എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിലും ആദ്യമായിട്ട് അമ്മയാണ് പരിശുദ്ധ അമ്മയുടെ കൃപാസന മരിയൻ ഉടമ്പടി എടുത്തത്. അതിനുശേഷം അമ്മ തന്നെയാണ് ആ വിശ്വാസം കൈമാറിയത്. മകൻ MBBS ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ കൃപാസനം ഉടമ്പടി എടുക്കുകയും പിന്നീട് ആ ഉടമ്പടി ജീവിതം തന്നെയാണ് മുന്നോട്ട് നയിച്ചത്. 12 പ്രാവശ്യം പുതുക്കി ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഡോക്ടർ ജോർജ് തരകൻ ഇന്ന് വന്നിരിക്കുകയാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുവാനായിട്ട്. MBBS കംപ്ലീറ്റ് ആവാനായിട്ട് പാസ്സാകാൻ സാധിച്ചു. അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉടമ്പടിയിലാണ്. ഉടമ്പടി ജീവിതം വളരെ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുകയാണ്. IELTS എക്സാമും പ്ലാബ് എക്സാമും എല്ലാം 1st and 2 എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാം പാസ്സാകാൻ സാധിച്ചു. അവിടെയെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളായി ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പുമായിട്ടാണ് ഡോക്ടർ എല്ലാ കാര്യത്തിനും പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡോക്ടറിനെല്ലാം പാസ്സാകാൻ സാധിച്ചത്. പിന്നീട് ജോബ് തന്നെയാണേലും പഠിത്ത MBBS കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ UK ഒരു ജോലി ലഭിക്കുക അത്ര എളുപ്പമല്ല. സർജിക്കൽ ജോബാണ് അത്. വളരെ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇറ്റ് ജോബ് ദെയർ. പക്ഷെ അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ്. അന്നും ഉടമ്പടിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പേപ്പേഴ്സും IELTS എക്സാം, പ്ലാബ് എക്സാമും ജോലിയുടെ ഇൻ്റർവ്യൂവും എല്ലാം എവിടെ പോയാലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഉടമ്പടിയുടെ ആ ലോക്കറ്റ് അമ്മയുടെ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് കാശുരൂപവും ഉടമ്പടി തൈലവും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പോയതിൻ്റെ ഫലമായിട്ടാണ് അവിടെ എല്ലായിടത്തും സക്സസ്, വിജയമാണ് കാണുവാൻ സാധിക്കുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഈ ഡോക്ടർ ജോർജിൻ്റെ ലൈഫിൽ.
പിന്നീടുണ്ടായിരുന്നത് ഒരിച്ചിരി സ്ലോ ആയി, തീഷ്ണത അല്പം കുറയുകയും പിന്നീടുണ്ടായിരുന്ന ഒരു MRCS എക്സാമാണ്, അതായത് മെമ്പർ ഓഫ് റോയൽ കോളേജ് ഓഫ് സർജൻസിൽ അത് UK ആ പേപ്പർ പാസ്സാവണം, സർട്ടിഫിക്കറ്റ് കിട്ടണം. അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ അതിൽ പാർട്ട് A പാർട്ട് B ഉണ്ട്. അപ്പോൾ ആ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, പഴയ തീഷ്ണതയിൽ നിന്ന് ഇച്ചിരി വ്യതിചലിച്ചു. അങ്ങനെ പാർട്ട് 1 എക്സാം, അതായത് തിയറി എക്സാം 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് 3-ാമത്തെ പ്രാവശ്യമാണ് അത് ക്ലിയർ ആവാൻ സാധിച്ചത്. പക്ഷേങ്കിൽ പാർട്ട് B പ്രാക്ടിക്കൽ എക്സാം അത് ഭയങ്കര ലിറ്റിൽ ഡിഫിക്കൽട്ടാണ്. പക്ഷേങ്കിൽ അത് പെട്ടെന്ന് കവറപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. കാരണം 3rd അറ്റംപ്റ്റിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് പാർട്ട് Aയിൽ തിയറി എക്സാമിൽ 3-ാമത്തെ പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തപ്പോൾ പഴയ തീഷ്ണതയിലേക്ക് തിരിച്ചു വരികയാണ്. ഡോക്ടറിന് തന്നെ ഒരു എന്താ പറഞ്ഞ ഒരു കോൺഷ്യസായി, അതായത് ഐ നീഡ് ടു റിട്ടേൺ ബാക്ക് ടു മൈ സ്പിരിച്വൽ ലൈഫ്. അങ്ങനെ അത് തന്നെ പുതുക്കി ഒരു തീഷ്ണതയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആ 2 അറ്റംപ്റ്റിന് ശേഷം ബാക്കിയുള്ള എല്ലാ എക്സാമും, അതായത് തിയറിയുടെ 3rd അറ്റംപ്റ്റും പിന്നെ പ്രാക്ടിക്കൽ വെരി ഡിഫിക്കൽട്ടാണ്, അതുമെല്ലാം ക്ലിയർ ആക്കാൻ സാധിച്ചു. ഇവിടെയെല്ലാം ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ മെമ്പേഴ്സ് ഓഫ് റോയൽ കോളേജ് ഓഫ് സർജൻസിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുകയാണ്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ആ സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടറിൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ MBBS ഫൈനൽ എക്സാം ആയപ്പോൾ തന്നെ അമ്മ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ നീ ഉടമ്പടി എടുക്കുക. സാധാരണ പല കുട്ടികളും ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പഠനത്തിൻ്റെ കൂടെ അമ്മമാർ പറയും, എൻ്റെ കുട്ടിക്ക് സമയമില്ല, MBBS പഠനവും കൂടി ഈ ഉടമ്പടിയും കൂടെ നടത്തുവാൻ സാധിക്കില്ല എന്ന്. പക്ഷെങ്കിൽ ഇവിടെ MBBS ഉടമ്പടിയും കൂടെ മുന്നോട്ട് നയിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ എക്സാമുകളെല്ലാം, അതായത് IELTS പ്ലാബ് എക്സാമും MRC എക്സാമും എല്ലാം പടിപടിയായിട്ട് ജോലി സഹിതം എല്ലാം ഈശോയും അമ്മയും കൂടെ ഏറ്റെടുക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണാൻ സാധിക്കുന്നത്. ആ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും എവിടെ പോയാലും അവരുടെ ജീവിതത്തിൽ ചിറകടിച്ച് പറക്കുന്ന ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനം. ബീങ് എ ഡോക്ടർ, ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ പേപ്പർ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ വളരെ ഒത്തിരി പേരും അത് ചെയ്യാൻ സാധ്യത കുറവാണ്. പക്ഷെങ്കിൽ ഈ ഡോക്ടർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കൃപാസനം പത്രം കൊടുക്കുകയും കാരുണ്യ പ്രവർത്തികളായിട്ട് ജപ്തിയായിട്ടുള്ള വീടുകാരെ സഹായിക്കുകയും ഹോസ്പിറ്റലിലെ ബില്ലടയ്ക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അതൊക്കെ ഒരു വലിയ കാരുണ്യ പ്രവൃത്തിയാണ്. സച്ച് എ യങ് ഏജിൽ ആത്മീയമായിട്ട് വളരുവാൻ സാധിക്കുക എന്ന് പറയും. ഈശോടമ്പടി ചേർന്ന് നിന്ന് 12 പ്രാവശ്യം പുതുക്കി ഉടമ്പടിയിൽ മുന്നോട്ട് പോകുന്ന ഒരു മകനാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ കൂടുതൽ, കാരണം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് UK അവിടെ കുർബാനയില്ലാന്ന്. പക്ഷേ ഈ സഹോദരന് ഒരു പ്രീസ്റ്റിനെ കോണ്ടാക്റ്റ് ചെയ്യുകയും ആ പ്രീസ്റ്റിൻ്റെ കൂടെ പ്രൈവറ്റ് കുർബാനയിൽ പങ്കെടുക്കാൻ ചെയ്യുകയൊക്കെ പറഞ്ഞാൽ ഒരാത്മീയതയിലുള്ള ഒരു നല്ലൊരു വളർച്ചയാണ്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെയും അമ്മയുടെയും ആ സാന്നിധ്യവും ജീവിതത്തിലുണ്ടാകുന്ന, കാരണം എന്ന് വെച്ചാൽ ഉടമ്പടി തീഷ്ണതയോടെ ജീവിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈശോയുടെ അമ്മയുടെ അടുക്കുവാനും ആ തീഷ്ണതയിൽ ജീവിക്കുവാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടറുടെ ജീവിതത്തിലും എല്ലാ കാര്യത്തിലും എവിടെ പോയാലും എന്തിനു പോയാലും എല്ലായിടത്തും ഈശോയും അമ്മയുടെയും കൂടെയാണ് കൊണ്ടുപോകുന്നത്. ആ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉറപ്പുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നാം കേട്ട വചനത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ തളരാതെ ക്ഷീണിക്കാതെ ശക്തിയോടെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാനും ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ആ തളരാത്ത ദൈവത്തിൻ്റെ ആ സാന്നിധ്യമാണ് ഡോക്ടറിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും ഓർക്കാം, മനുഷ്യശക്തി തളരുമ്പോൾ ദൈവശക്തി നമ്മെ ഉയർത്തുമെന്നും കൃപാസനം അമ്മയുടെ കൂടെ സന്തോഷത്തോടെ ഉടമ്പടി ആത്മാർത്ഥമായി ജീവിക്കുമ്പോൾ നമ്മളും ഓടിയാലും ക്ഷീണിക്കാത്ത അനുഭവം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഡോക്ടർ ജോർജിനും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾ